പ്രതിപക്ഷ നേതാവിനെതിരെ വെല്ലുവിളിയുമായി റിയാസ് മൗലവി വധക്കേസിലെ പ്രോസിക്യൂട്ടർ പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ചത് എവിടെയെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കണം. UDF നേതാക്കൾ കഥയറിയാതെ ആട്ടം കാണുന്നു. ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച അപ്പീൽ പോകുമെന്നും അഡ്വക്കേറ്റ് ടി. ഷാജിദ്. ഭിന്നശേഷിക്കാരന് സംരക്ഷണ കേന്ദ്രത്തിൽ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ നടപടി. വെള്ളറട സ്നേഹഭവൻ പ്രിൻസിപ്പൽ അടക്കം 2 പേർക്കെതിരെ കേസ്. അടൂർ പട്ടാഴിമുക്കിലേത് വാഹനാപകടമല്ലെന്ന സ്ഥിരീകരണം. കാർ ബോധപൂർവം ഇടിച്ചുകയറ്റിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. അപകടത്തിന്റെ ആഘാതം കൂട്ടിയത് ലോറിയിൽ ഘടിപ്പിച്ച ക്രാഷ് ബാരിയർ. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് VCയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ നടപടി. കെ. ഷീബയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. നടപടി സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ. സഹനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. ഈസ്റ്റർ ദിനത്തിൽ പള്ളികളിലെത്തി സ്ഥാനാർത്ഥികൾ. ഈസ്റ്റർ സന്ദേശം നൽകി മാർപ്പാപ്പ. സംസ്ഥാനത്ത് നികുതി ഫീസ് വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. വൈദ്യുതി മധ്യവില തൽക്കാലം വർദ്ധിക്കില്ല. വായ്പകൾക്ക് പിഴപ്പലിശ ഒഴിവാക്കും. റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി.